ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂന്നാമത്തെ ബൈപ്പാസായ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിന്റെ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള തൃശ്ശൂർ റീച്ചിലെ ട്രക്ക് ലേബയും പിന്നെ നമ്മളെ ടോൾ പ്ലാസ നാട്ടികയിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണാൻ പോകുന്നത്. എന്തായാലും റോഡിന്റെ പണികൾ എത്രത്തോളം വേഗതയിൽ പുരോഗമിക്കുന്നു, അതിനോടനുബന്ധിച്ചിട്ട് അതേ വേഗതയിൽ തന്നെയാണ് ടോൾ പ്ലാസന്റെ പണികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് നാട്ടികയിലാണ്. രണ്ടാമത്തെ റീച്ചായ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റീച്ചിലുമാണ്. അപ്പോൾ വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. നമ്മളെ മലപ്പുറത്തുള്ള വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ അതേ സ്റ്റൈൽ തന്നെയാണ് നാട്ടിക ടോൾ പ്ലാസയും വന്നിരിക്കുന്നത് കേട്ടോ. അതിനോടനുബന്ധിച്ചിട്ടുള്ള PQCന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർമെന്റ് ക്വാളിറ്റി കോൺക്രീറ്റ്, പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് ടോൾ പ്ലാസന്റെ അവിടെ. നമ്മൾ ഇതിനു മുൻപ് വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചോദിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ടോൾ പ്ലാസ ഇങ്ങനെ ചെരിച്ച് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്. 45 മീറ്റർ വീതിയിലാണല്ലോ നമ്മൾ ദേശീയപാത 66 നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 6 വരി പാതയും അതുപോലെ തന്നെ 2 ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 8 വരിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലൈനുകളാണ്, 10 ട്രാക്കുകളാണ് നമ്മൾ ഈ ടോൾ പ്ലാസയിലുള്ളത്. അതിൽ 8 ട്രാക്കുകൾ കൂടിയാണ് എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുക. അവസാനത്തെ 2 ട്രാക്കുകളാണ് വൈഡ് വെഹിക്കിളും അതുപോലെ തന്നെ ഉയരം കൂടിയ വാഹനങ്ങളും കടന്നു പോകാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ 10 ലൈനുകളാണ് ഈ ടോൾ പ്ലാസയിൽ വന്നിരിക്കുന്നത്. പണ്ടത്തെ ടോൾ പ്ലാസയിലൊക്കെ താഴത്ത് തന്നെയായിരുന്നു ക്യാബിനുകൾ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ മുകൾ ഭാഗത്താണ് ഇതിന്റെ ഫുൾ ക്യാബിനും വന്നിരിക്കുന്നത്. പിന്നെ അവസാനത്തെ 2 ട്രാക്കിന്റെ അവിടെ മാത്രമേ താഴത്ത് ക്യാബിനുകൾ ഉള്ളൂ കേട്ടോ. അപ്പൊ നിലവിൽ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് പണികൾ കഴിഞ്ഞിരിക്കുന്നത്, വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് നിലവിലെ ദേശീയപാതയെ കൂടെ തന്നെ വാഹനം കടന്നു പോകുന്നത്. അപ്പൊ മറുഭാഗത്ത് പണി ആരംഭിക്കുമ്പോൾ ഈ പണികൾ പൂർത്തിയാക്കിയ അതിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിടും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടപ്പാതയുടെ പണികൾ അവസാനിച്ചിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ കട്ടകൾ പതിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും ഈ തൃശ്ശൂർ റീച്ചിൽ വരുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇവിടെ സർവീസ് റോഡ് കാണുമ്പോൾ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിനേക്കാളും വീതി തോന്നുന്നുണ്ട്. കാരണം 2 ബസ്സുകൾ പോയി കഴിഞ്ഞാലും ഒരു ഭാഗത്തുള്ള ഡ്രൈനേജ് വെറും കാലിലേക്ക് കിടക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നടപ്പാത വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിക ജംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറെ സമരമൊക്കെ നടന്നിരുന്നു, പക്ഷെ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പൊ ഇവിടെ റോഡ് നേരെയാണ് കടന്നു പോകുന്നത്. ഇവിടുന്ന് പിന്നീട് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നാട്ടിക. അപ്പം നേരെ തളിക്കുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നാട്ടിക ടൗണിലേക്ക് അല്ലെങ്കിൽ തൃപ്രയാർ ടൗണിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് തൃപ്രയാറിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട്, അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തൂടെ കറങ്ങിയിട്ട് വേണം തൃപ്രയാർ ടൗണിലേക്ക് എത്താൻ. അപ്പൊ ഇവിടെ നിന്നാണ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു, ഡിവൈഡറിന്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു, ക്രാഷ് ബാറിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ലൈൻ മാർക്കിംഗ് ഓരോ ഭാഗങ്ങളിലായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഫ്ലൈ ഓവർ വരുന്നത്. തൃപ്രയാർ ടൗണിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡിന്റെ അവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കേട്ടോ. പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് വേറൊരു അണ്ടർപാസ് കൂടെ ഉണ്ട്. അത് തൃപ്രയാർ ടൗണിൽ വൈമാൾ ഉണ്ട്, യൂസഫ് അലിഖാന്റെ. അതിന്റെ ബാക്ക് സൈഡിലാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള സ്ഥലത്താണ് വൈമാളിന്റെ കാർ പാർക്കിങ്ങൾ, അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള അണ്ടർപാസ് ആണത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് ഈ ഇവിടെ പണി നടക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മള് തൃപ്രയാർ ടൗണിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ പണി നടക്കുന്നതിന്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിൽ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ഈ ഭാഗത്ത് നടന്ന പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയും കേട്ടോ. അതൊരു കാണേണ്ട കാഴ്ചയാണ്. കാരണം വൈമാളിന്റെ ബാക്ക് സൈഡൊക്കെ പൊളിച്ചിട്ടാണ് ഇതിൽ കൂടെ 6 വരി പാത കടന്നു പോയിരിക്കുന്നത്. അപ്പൊ ഇതാണ് തൃപ്രയാർ അമ്പലത്തേക്ക് പോകുമ്പോൾ വന്ന ഫ്ലൈ ഓവർ. ഇതിന്റെ അടിഭാഗത്ത് കൂടെ യൂ ടേൺ എടുത്തിട്ട് വേണം പിന്നീട് തൃപ്രയാർ ടൗണിലേക്ക് പോകാൻ. പക്ഷെ വലപ്പാട് ടൗണിലേക്ക് പോകേണ്ടവർ ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അവിടുന്ന് എക്സിറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വലപ്പാട് ടൗണിലേക്ക് എത്താം. ഈ വൈമാളിന്റെ ബാക്ക് സൈഡിലൊക്കെ പണി കുറെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. കാരണം നമ്മൾ തൃപ്രയാർ വന്ന ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ ശേഷം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് മറുഭാഗത്ത് പണികൾ ആരംഭിച്ചത്. അന്നൊക്കെ ഇവിടെ വരുന്ന സമയത്തുണ്ടല്ലോ ഫുള്ള് ചളിക്കട്ടാണ്. അതുപോലെ തന്നെ തെങ്ങുകൾ ഇഷ്ടംപോലെ അവിടെ വെട്ടി മാറ്റിയിട്ടാണ് ഈ 6 വരിപ്പാത കടന്നു വരിക. അപ്പൊ നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസ് നോക്കുകയാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ തെങ്ങുകൾ വെട്ടി മാറ്റിയിട്ടാണ് 6 വരിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നതൊക്കെ. അപ്പൊ ഈ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡിന്റെ അവിടെയും പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ BCന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി വെറും ലൈൻ മാർക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും തൃശ്ശൂർ റീച്ചിൽ മിക്കവാറും ആദ്യമായിട്ട് തുറക്കുന്ന ഒരു ബൈപ്പാസ്
തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസിനേക്കാളും കുറച്ച് ഒരു നീളം കുറവ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ്. 4.18 കിലോമീറ്റർ ആണ് ഈ ബൈപ്പാസ് വരുന്നത്. നാട്ടികയിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് ആനവിഴുങ്ങിയിലാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത് കേട്ടോ. എന്നാൽ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലപ്പാടിൽ നിന്നും ചർച്ചിക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വലപ്പാട് ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ നേരെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർപാസ് മുഖാന്തരം വലപ്പാട് ഭാഗത്തേക്ക് പോകാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരന്റെയും ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടന്നിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ഉടനെ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം ഒരു 3.5 വർഷത്തോളമായിട്ട് ഞാൻ ദേശീയപാത 66 വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഓരോ ഭാഗത്ത് ഇപ്പോൾ ചെല്ലുന്ന സമയത്താണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോണ്. കാരണം പണ്ട് കണ്ടതും ഇപ്പൊ കണ്ടതും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമാണ്. ഓരോ സ്ഥലങ്ങൾ പോലും ഇപ്പൊ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വലപ്പാട് ടൗൺ ആട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത അണ്ടർപാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ആനവിഴുങ്ങി അണ്ടർപാസ് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വന്ന അണ്ടർപാസിന്റെ അവിടെയും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തൃശ്ശൂർ റീച്ചിലെ 6 പുതിയ ബൈപ്പാസുകളും 1 കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വീതി കൂട്ടി വരാണ്. ഈ 6 ബൈപ്പാസുകളുടെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്രിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് കോട്ടപ്പുറം പാലം എത്തുന്നത് വരെ എത്ര സമയം പിടിക്കുന്നുള്ളത്. എന്തായാലും നമുക്ക് വളരെയധികം വേഗതയിൽ തന്നെ ഈ ഭാഗം കവർ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ടൗണുകളൊക്കെ പൂർണ്ണമായിട്ട് ബൈപ്പാസ് നിർമ്മിച്ചിട്ടാണ് തൃശ്ശൂർ റീച്ചിൽ കൂടെ 6 വരിപ്പാത കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് അവസാനിക്കണം കേട്ടോ. ഇതാണ് ആനവിഴുങ്ങി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. പണികൾ കഴിഞ്ഞ സ്ഥലത്തൊക്കെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വാടാനപ്പള്ളി ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 1-2 ആളുകൾ ഒരു സംശയം ചോദിച്ചിരുന്നു, വാടാനപ്പള്ളി ബൈപ്പാസിൽ കൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയോന്ന്. ഇപ്പൊ അതിൽ കൂടെ വാഹനമൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ചെളിക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു പോവുക. പിന്നെ നമുക്ക് അതിൽ കൂടെ പോകാനുള്ള അനുമതിയൊന്നും ആയിട്ടില്ല. അതേമാതിരി തന്നെ ഇപ്പൊ നമ്മളെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസും പണികൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അറിയുന്നവർ മാത്രം അതിൽ കൂടെ കടന്നു പോവുക, അല്ലാത്തവർ പോകാതിരിക്കട്ടെ. പിന്നെ രാത്രി കാലങ്ങളിൽ അതിൽ കൂടെ ഒരിക്കലും നിങ്ങൾ കടന്നു പോകരുത്. പല സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് ഡൈവേഷനൊക്കെ വെച്ചിട്ടുമുണ്ട്. അറിയാത്തവർ ഒരിക്കലും റിസ്ക് എടുത്ത് അതിൽ കൂടെ യാത്ര ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തു കൂടെയാണ് ഇപ്പൊ 2 ഭാഗത്തേക്കുള്ള വാഹനം കടന്നു പോകുന്നുണ്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എറണാകുളത്ത് നിന്നും മലപ്പുറം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ട്രക്ക് ലേബേ വന്നിരിക്കുന്നത് എവിടെയാണ്? ഇതാണ് മുരിയാംതോട് എന്ന സ്ഥലം. ഇവിടെ അതിന് പ്രത്യേകം സ്ഥലം റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടെ ടോയ്ലറ്റിന്റെ പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ. അതെന്താ സംഭവം എന്നാവോ, ഇനി ടോയ്ലറ്റ് വരുന്നില്ല എന്നാവോ. എന്തായാലും അതിനോടനുബന്ധിച്ചുള്ള വർക്കൊന്നും ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. മറ്റു സ്ഥലത്തൊക്കെ നമ്മൾ ഇവിടെ ട്രക്ക് ലേബിന്റെ വർക്ക് നടക്കുമ്പോൾ തൊട്ടടുത്ത് ടോയ്ലറ്റിന്റെ വർക്കൊക്കെ കണ്ടിരുന്നു. ഇനി പിന്നീട് തുടങ്ങുമെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത 66 തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.